നമസ്കാരം. കൊല്ലത്താണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. മൺട്രോത്തുരുത്തിന്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലത്ത് തന്നെ കുണ്ടറ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്നുണ്ടല്ലോ ഒരു 15 കിലോമീറ്റർ ഉണ്ട് നമുക്ക് മൺട്രോത്തുരുത്തിലേക്ക്. അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ബസ് അല്ലാതെ ട്രെയിനൊന്നും പോകാൻ പറ്റില്ല. കാരണം മൺട്രോത്തുരുത്ത് വരുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്ന് കായംകുളത്തേക്ക് പോകുന്ന ആ ഒരു ലൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന കുണ്ടറ എന്ന് പറയുന്നത് കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് മിക്കവാറും ബസ് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഒരു 15 കിലോമീറ്റർ നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട്. അതെ, ഇവിടെയാണ് ആ ഒരു നെയിം ബോർഡ് ഉള്ളത്. നമ്മുടെ ചെങ്കോട്ട പുനലൂർ ലൈനാണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത്. ഇത് നേരെ കൊല്ലം. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണെന്ന് തോന്നുന്നു ബസ് സ്റ്റാൻഡൊക്കെ വരുന്നതെന്ന് തോന്നുന്നല്ലേ. ഈ കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെ നമ്മൾ ട്രെയിനിൽ കുറച്ച് പോയിട്ടുണ്ട്. എന്താ പറയാ, മധുര ഗുരുവായൂർ വണ്ടി ആയാലും നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി വണ്ടിക്കെല്ലാം ഇതുവഴി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ എങ്ങനെയാണോ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ബസ് കിട്ടുമോ നമുക്ക് ആരോട് ചോദിച്ചു നോക്കാം. പിന്നെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് 250 മീറ്റർ എന്നൊക്കെ. നമുക്ക് എന്തായാലും പോയി തന്നെ നോക്കണം. പിന്നെ ഇവിടുന്ന് അധികം ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാത്തത് ഈ സമയത്ത് വേറെ വണ്ടികളൊന്നുമില്ല, അതുകൊണ്ടാണ്. അതെ അതെ. നമ്മളെ മറ്റേ മെയിൻ ലൈനിൽ ഒരുപാട് വണ്ടികളുണ്ടാവും. തിരുവനന്തപുരത്ത് നിന്നൊക്കെ പുറപ്പെടുന്ന ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റുമല്ലോ. തീർച്ചയായും നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാം. ആദ്യം ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു പുറത്തേത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു തൊട്ട് മുന്നിൽ കാണുന്ന ഇതന്നെയാണ് മെയിൻ റോഡ്. ഇവിടെ നിന്നാലും നമുക്ക് ബസ് കിട്ടുന്നതാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ ഈ ഒരു ടൗൺ വഴി നടക്കുവാണേ. അങ്ങ് അവിടെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ സമയത്ത് ഇവിടുന്ന് നേരെ മൺട്രോത്തുരുത്തിലേക്ക് ഒരു ബസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഈ ഒരു ബസ്സിനായിട്ടും കയറിയിട്ട് ചിറ്റുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ഇറങ്ങും. അവിടുന്ന് നമ്മളൊരു ഓട്ടോ ഒക്കെ ആക്കിയിട്ട് വേണം പിന്നെ രണ്ടാമത് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ഭരണിക്കാവ് ബസ്സിന് വേണം ഇപ്പോൾ ഇവിടുന്ന് കയറാൻ. അങ്ങ് മുൻഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകളുണ്ട്. അതിന് ഏതെങ്കിലും ഒന്നിന് കയറാം. ഞങ്ങൾ കുണ്ടറയിൽ നിന്ന് ബസ് കയറി ഇപ്പോൾ ചിറ്റുമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു പട്ടണത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആദ്യം നമുക്ക് പോകാനുണ്ട്. ഒന്നുകിൽ ഇവിടുന്ന് നമുക്ക് ഓട്ടോ ആക്കിയിട്ട് പോകാം, അല്ലെങ്കിൽ ബസ് നോക്കണം. കാരണം ബസ്സൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ആരോടും ചോദിച്ചു നോക്കേണ്ടി വരും അല്ലേ. ഒരു 7 കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട്. നമുക്ക് നോക്കാം ബസ് കിട്ടുമോ. ഒരു ബസ് എങ്ങോട്ടാ? അതല്ല ഭരണിക്കാവ് നേരെ മൺട്രോത്തുരുത്ത് ലെഫ്റ്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് റോഡാണ് മൺട്രോത്തുരുത്ത്. ഈ കാണുന്ന റോഡ് നേരെ ഭരണിക്കാവ്. ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത്. ഇവിടുന്ന് ഇപ്പോൾ മൺട്രോത്തുരുത്തിലേക്ക് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഈ ബസ്സും കുണ്ടറ ഭാഗത്ത് നിന്ന് വരുന്നത് തന്നെയാണ്. ചിറ്റുമലയിൽ നിന്ന് നമ്മൾ ഈ ഒരു ബസ്സിനാണ് വന്നത്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു വഴിയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. റെയിൽവേ സ്റ്റേഷൻ വരെ ബസ് പോവും. അവരവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവിടം വരെ നടന്നു പോകാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ചിറ്റുമലയിൽ നിന്ന് ഇവിടം വരെ റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ ഒരാൾക്ക് 15 രൂപയാവുന്നത്. വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളവിടുന്ന് പെട്ടെന്ന് എത്തണമല്ലോ, ഇവിടെ നമുക്ക് പരിചയമില്ലല്ലോ. ഓട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കോമഡിയാണ്. ഞാനാ പോയി ഓട്ടോൻ്റെ പ്രൈസ് ചോദിച്ചത്. 270 രൂപയാണ് ഓട്ടോക്ക് ചിറ്റുമലയിൽ നിന്ന് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ വരുന്നത്. 270 രൂപ കൊടുത്തിട്ടൊന്നും വരേണ്ട ആ കാര്യം നമുക്ക് വരുന്നില്ലല്ലോ. 15 രൂപ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഈ ഒരു വഴി കുറച്ച് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഓരോ ടൈമിംഗ് ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തെത്താനായി. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ കൊല്ലത്ത് നിന്ന് മൺട്രോത്തുരുത്തിലേക്കുള്ള ബസ് തന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുണ്ടറയിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് കൂടുതലും ബസ്സുകൾ കിട്ടുക. പക്ഷേ ചിറ്റുമല ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 ഭാഗത്തു നിന്ന് എല്ലാ ബസ്സുകളും കിട്ടും. ചിറ്റുമല ഇറങ്ങി വരുന്നത് ഏറ്റവും നല്ലത്. ഇതാണ് മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലം. ഇവിടെ അത്യാവശ്യത്തിന് കുറച്ച് കടകളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് വലത് ഭാഗത്തേക്കാണ്. ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ടീ ഒക്കെ കുടിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ, കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. ഇവിടേക്കാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പം ആരും തന്നെ ഇല്ല. കാരണം ഈ സമയത്ത് ഇവിടെ നിർത്തുന്ന ട്രെയിനില്ല. അതാണ് മെയിൻ റീസൺ. പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത് ഇതാണ്. ഇത്രയും സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ മെയിൻ സ്ഥലം ഇതാണ്.
അവിടെ ഇതാ മൺട്രോത്തുരുത്ത് എന്നിട്ടുള്ളൊരു ബോർഡുണ്ട്. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ടിക്കറ്റ് എടുത്തിട്ട് തന്നെ അകത്തോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നിയമപരമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. ഒന്നുകിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക, നിങ്ങൾ ഇവിടുന്ന് തന്നെ ട്രെയിൻ കയറി പോവുകയാണെങ്കിൽ ആ ഒരു ടിക്കറ്റ് എടുക്കുക. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ട്രെയിൻ കയറി കൊല്ലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ ട്രെയിൻ ഇപ്പോഴേ ഇല്ല, 2:45 ഇവിടെ എത്തുള്ളൂ. നമുക്ക് ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. കാരണം ആ സമയത്ത് കുറെ ട്രെയിനുകൾ പോകാനുണ്ട്. ഇപ്പൊ തന്നെ നോക്കിയ സമയത്ത്, അപ്ഡേറ്റ് നോക്കിയ സമയത്ത് നമ്മുടെ മംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമെന്ന് പറയുന്നുണ്ട്. കാരണം ഏകദേശം ഒരു കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട്. അതെ, എന്നാ പിന്നെ വേഗം ടിക്കറ്റ് എടുത്തിട്ട് അത് പോയി കാണാം. ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് കാണുന്ന ട്രെയിൻ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണല്ലോ വരുന്നത്. നമുക്ക് വേണ്ടി ലൈറ്റ് ഇട്ട് ഫോൺ അടിച്ചിട്ട് എത്തും. അറിയുന്ന ആരോവാ. അതിലെത്തല്ലോ കപ്പലിറ്റ് ഞങ്ങൾ അറിയുന്ന ആരുമാണ്. അത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ്. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലി 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ട്രാക്ക് മുറിച്ച് കടക്കാൻ ഇവിടെ ബ്രിഡ്ജൊന്നുമില്ല, ഇതുവഴി തന്നെ കയറി കടക്കണം. പിന്നെ ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്, ബെഞ്ചുണ്ട്, ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂഫൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് നന തന്നെ വേണം. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തെല്ലാം ഇതൊക്കെ മുഴുവനും വെള്ളമാണ് ഈ ഒരു ഭാഗത്തെല്ലാം. ഇനിയിപ്പം അടുത്ത ഏത് ട്രെയിനാണ് വരാൻ പോകുന്നത്? അടുത്തത് അപ്ഡേറ്റ് നോക്കിയ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന നമ്മുടെ സ്വന്തം കേരള എക്സ്പ്രസ് കേരള വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്കും പോകാം കേട്ടോ. അങ്ങ് അതിലൂടെ കടക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു മൺട്രോത്തുരുത്തില്ലേ, ഇത് കണ്ടോ, അതൊരു തുരുത്തിന്റെ ഭാഗം മൊത്തം വെള്ളം കെട്ടി കിടക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഇപ്പം മഴ അധികം പെയ്യാത്തോണ്ടാണ് വെള്ളം ഇത്ര മാത്രം, അല്ലെങ്കിൽ കുറച്ച് നല്ലോണം കയറുമായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് തുരുത്തുകളുണ്ട്. നമുക്ക് ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ ആ ഒരു ഭാഗമില്ലേ, അങ്ങോട്ടേക്ക് മൊത്തം ട്രാക്ക് വഴി നടന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു റോഡ് വഴി കുറച്ച് അങ്ങോട്ട് നടന്നിട്ടൊക്കെ പോവാം. ആദ്യം കുറച്ച് ട്രെയിനുകളൊക്കെ സ്പോട്ട് ചെയ്യാം. കേരള സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി. ഇതിനി ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് മാത്രമേ എത്തുള്ളൂ. അങ്ങനെ കേരള പോയി. അഷ്ടമുടി കായലിൻ്റെയും കല്ലടയാറിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപസമൂഹമാണ് മൺട്രോത്തുരുത്ത്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് MQO എന്നാണ്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാഴ്ച ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെയും നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി ഇതുവഴി കയറി വേണം അവിടത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതുവഴി തന്നെയാണ് എല്ലാവരും നടന്നു പോകുന്നത്. പിന്നെ ആ റെയിൽവേൻ്റെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ആ നടുക്കൊന്നും നമുക്ക് ചാടി കയറി കടന്നു പോകാനൊന്നും പറ്റില്ല, കാരണം നല്ല ഹൈറ്റ് ഉണ്ട് പ്ലാറ്റ്ഫോമിന്. അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ വന്ന റൂട്ട് ഉണ്ടല്ലോ, നമുക്ക് ആ വന്ന റോഡ് കാണുമ്പോഴല്ലോ ഇതുവഴി ബസ് വരുമെന്ന് സംശയം തോന്നും. കാരണം അത്രയും ഇടുങ്ങിയ വഴിയാണ്. ആ വന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കല്ലടയാറ് കാണുന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നല്ല രീതിയിൽ ഒച്ചത്തിൽ ബസ്സിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു ഭാഗത്ത് തന്നെയാണ് കൂടുതലും ബോട്ടിങ്ങിന്റെ കുറെ ബോർഡുകളൊക്കെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഉണ്ടാ, ഹൗസ് ബോട്ട് പോലെ സംഭവങ്ങളിൽ ബോട്ടിംഗ് ഉണ്ട്, പ്രൈവറ്റ് ബോട്ടിംഗ്, അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഹോം സ്റ്റേകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് മൺട്രോത്തുരുത്ത്. ടൂറിസം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഈ ഒരു സ്ഥലം നല്ല രീതിയിൽ മാറും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാനും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ തുരുത്തൊക്കെ കണ്ടിട്ടൊരു അട്രാക്ഷൻ അല്ലാതെ നമ്മൾക്ക് ഇത് കാണുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ഭംഗി കിട്ടുന്നത്. പക്ഷേ മനു, ഞാനൊരു കാര്യം പറയട്ടെ, ഈ നല്ല മഴയെല്ലാം വരുമ്പോൾ എനിക്കൊന്ന് ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം 2 ദിവസമായിട്ട് മഴ കുറവല്ലേ, അതുകൊണ്ട് വെള്ളം
അത്രത്തോളമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നമ്മൾ അന്ന് ട്രെയിനിൽ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ആ ഒരു ഭാഗത്താണ് കൂടുതലും തുരുത്തുകളുള്ളത്. അതാണ് നല്ല വ്യൂ. ആ ഒരു ഇങ്ങനെ കറുങ്ങനെ ചെരിഞ്ഞു വരൂല സൈഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെ അതെ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഈ തുരുത്തിന്റെ പേര് മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, മൺട്രോ തുരുത്ത് എന്നാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു വെറൈറ്റി പേരാണല്ലോ. 1811 1815 ഇടയിൽ തിരുവിതാംകൂർ ദിവാനായ കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പേര് ഈ പറഞ്ഞ സ്ഥലത്തിന് നൽകിയത്. അത് മൺട്രോ എന്നാണ് ഉണ്ടായത്. പിന്നീടാണ് ഇത് മൺട്രോ എന്ന് മാറിയത്. അപ്പോൾ നമുക്ക് ഒരു പേര് പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ എന്താണ് അറിയില്ല, പല ആൾക്കാർക്കും ഇതെന്താണ് മൺട്രോ എന്ന് അറിയില്ല. തുരുത്ത് കോമൺ ആയിട്ട് നമുക്കറിയാം. അങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷിൽ മൺട്രോ ഐലൻഡ് എന്നാണ് പറയുന്നത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഇവിടെ ഇതേ ഗ്രീൻ സിഗ്നൽ കൊച്ചുവേളി ഹുബ്ബള്ളി എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. ഹുബ്ബള്ളി വീക്ക്ലി എക്സ്പ്രസ് ആണ് കടന്നു വരുന്നത്. ചെറിയൊരു കയറ്റമുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ചെറിയൊരു വീട് ആണോന്ന് ചോദിച്ചാൽ അവിടെ ആരും കാണുന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ വേണം ചെറിയതായിട്ട് ഈ ഒരു ഭാഗത്തെല്ലാം ഇറങ്ങാം. പിന്നെ ഞങ്ങൾ അധികം ഇറങ്ങുന്നില്ല, ഇഴജന്തുക്കൾ കൂടുതലായിട്ട് ഉണ്ടാവില്ല. നല്ല തണുപ്പുള്ള പ്രദേശമാണല്ലോ. ഇവിടം വരെ നമുക്ക് ഇറങ്ങാം. അവിടെ താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ, അവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാണ് സംഭവം. ജസ്റ്റ് ഒന്ന് കയറി വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴി കയറി നേരെ ആ ഒരു ട്രാക്കിൻ്റെ ഏറ്റവും അവസാനം വരെ പോകാം അല്ലേ. അവിടെ എങ്ങനെയാണോ തുരുത്തുകൾ ഉണ്ടാകുന്നത് നോക്കണമല്ലോ. മൺട്രോ തുരുത്ത് വഴി ട്രെയിനിൽ പോകുമ്പോഴായാലും പെട്ടെന്ന് ഇവിടുത്തെ ആകർഷിക്കുന്ന ഈ ഒരു കുറച്ച് തെങ്ങുകളുണ്ട് കണ്ടാ. ഈ തെങ്ങുകളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇത് ഈ കാണുന്നത് നല്ല രസമാണ് കാണാൻ. ഈ ഒരു മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. പിന്നെ നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പുറത്തുനിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് വന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവരും വരുന്നുണ്ടല്ലേ, അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കാൻ റൂഫുകളില്ലല്ലോ. അതാണ് പ്രശ്നം. ആകെ ഉള്ളത് അവിടെ മാത്രമേ ഉള്ളൂ, ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉള്ള ഒരു ഭാഗത്ത് മാത്രം. ഇത് ഈ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് ഏകദേശം ഈ ഒരു ഭാഗത്തെത്താനായി. ഈ വീട്ടിലുള്ള ആൾക്കാർ നടന്നു പോകുന്ന വഴി ഇതാണെന്ന് തോന്നുന്നു. ഇതിലൂടെ ഒരു വഴി കാണുന്നുണ്ട്. അതെ ഇതന്നെ ഇതുവഴി നടന്നു പോകും ഇപ്പോഴത്തേക്ക്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വരുവാണെങ്കിൽ നടക്കൂല അല്ലേ. നടന്നു പോകാൻ കുറച്ച് ചെറിയ വഴിയില്ല, അപ്പോൾ എന്തായാലും വെള്ളം കയറും മനസ്സിലാവുമല്ലോ. ശരിക്കും ഇതൊരു സംഭവം തന്നെ കേട്ടോ ഈ ഒരു തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. അടിപൊളി. ഇവിടെ നിന്നാണ് നല്ലൊരു കാഴ്ചയുള്ളത്. ഇത് അവിടെ അതാ തോണികളൊക്കെ അതാ. നമുക്ക് ആ ഒരു ഭാഗത്ത് നടന്നു പോവാം. ഇത് പിന്നെ കയറാക്കുന്നതല്ലേ, കയറാണ്. ഈ ഒരു ഭാഗം ഇവിടെ ഇറങ്ങിച്ചെന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഇതെന്താ കയറന്നെ, ചകിരി. ഈ ഭാഗത്തൊക്കെ വീടൊക്കെ ഉണ്ടോ? ഒരു തോണിയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളൊന്നും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. ഇവിടുത്തെ ആഴ്ചയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. നല്ല താഴ്ച ഉണ്ടാവും എന്തായാലും. ഓരോരോ തുരുത്തുകളാണ് ആ ഭാഗത്തെല്ലാം. ഇവിടെ അതുപോലെ അങ്ങ് അവിടെ ഫുള്ളും. പിന്നെ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ട് വേണമെന്ന്. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം. അതെ എവിടെ ഒരു വീടുണ്ട്. അവൾ കറക്റ്റ് ഒരു നടുഭാഗത്തെത്തി.
നമ്മുടെ രണ്ട് ഭാഗത്തും വെള്ളമാണ്. നേരത്തെ പറഞ്ഞില്ലേ ഈ പിന്നെ പല പല ഭാഗത്ത് പല പല തുരുത്തുകളാണ്. ഇവിടെ കുറച്ച് ഭാഗം, അങ്ങ് അവിടെ കുറച്ച് ഭാഗം, ഇവിടെ കുറച്ച് ഭാഗം, അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പോയാലും അതുപോലെ തന്നെ സെയിം തന്നെയാണ്. നടക്കുവാണെങ്കിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട് ഈ ഒരു മൺട്രോ തുരുത്ത് ഭാഗത്ത്. നല്ല വിഷ്വൽ ബ്യൂട്ടി. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല അടിപൊളി കാഴ്ചകൾ മാത്രം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തവണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തവണ ഇതുവഴി ട്രെയിനിൽ കടന്നവരുണ്ട്. പക്ഷേ ഇന്നത്തെ തീയതി വരെ മൺട്രോ തുരുത്തിൻ്റെ പുറത്തെ കാഴ്ച എന്താണെന്ന് കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നല്ല, നമുക്ക് നടന്നു പോകാൻ അങ്ങോട്ട് ഒരുപാട് വഴിയുണ്ടെന്നാ ചേട്ടൻ പറഞ്ഞു. ബോട്ടിൽ തന്നെ പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തോണിയുണ്ട്, തോണിയാണെങ്കിൽ മൊത്തം ചുറ്റിക്കറങ്ങാന്ന് വെച്ചു. പക്ഷേ ഞങ്ങളേതായാലും തോണി ട്രൈ ചെയ്യുന്നില്ല, ഇത്തവണ എടുക്കുന്നില്ല. എന്തായാലും വന്ന് കാണാം, വീണ്ടും വരാം. കാരണം ഒരു സ്ഥലത്ത് വന്ന് അത് ഇഷ്ടപ്പെട്ട നമുക്ക് വീണ്ടും വരണമല്ലോ. തീർച്ചയായും. ഇനിയിപ്പോൾ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം. നമ്മൾ ആ ഒരു പോയ ഭാഗത്ത് നിന്ന് അതിലൂടെ മുഴുവനും ആ ഒരു തോണിയിൽ അവിടെ ഒരു ചേട്ടൻ ചുറ്റി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 700 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ പോകാത്തതിൻ്റെ വേറെ വലിയ റീസൺ എന്താ അറിയോ? ഞങ്ങൾക്കിപ്പോൾ കൊല്ലം ഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഇപ്പോൾ ഇവിടെ എത്താനായി. അപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളൊരു സ്റ്റേഷൻ പരിചയപ്പെടുത്തുക, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ട്രെയിനുകൾ കടന്നു പോകുന്ന ആ ഒരു സ്പോട്ടിങ്, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് സ്ഥലം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്ഥലമാണ്, ഏതായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ മൺട്രോ തുരുത്ത് പ്രോപ്പറായിട്ട് വരുന്ന ഒരു ലൊക്കേഷൻ ട്രെയിൻ യാത്രക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കൊല്ലം കഴിഞ്ഞാണ് വരുന്ന സ്റ്റേഷൻ പെരിനാടാണ്. പെരിനാട് കഴിഞ്ഞിട്ടാണ് മൺട്രോ തുരുത്ത് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, അങ്ങനെ പോകും. ശാസ്താംകോട്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക ശുദ്ധജല തടാകമുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ പെരിനാടും അങ്ങനെ മറക്കില്ല, നമ്മുടെ ഐലൻഡ് എക്സ്പ്രസിൻ്റെ അഷ്ടമുടിക്കായലൊക്കെ മറിഞ്ഞ ആ ഒരു ദുരന്തം നടന്ന ഒരു സ്ഥലമാണ് പെരിനാട്. നമുക്കത് മറന്ന് അങ്ങനെ പെട്ടെന്ന് പോകില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. മൺട്രോ തുരുത്തിൻ്റെ ഈ ഒരു 1 നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കണ്ടോ, അതിലിതാ ഇവിടേക്ക് ഈ വഴി നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം മുറിച്ച് കിടക്കാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്, നല്ല തണലാണ് അല്ലേ? എന്താണെന്നറിയില്ല, ഇന്ന് മഴയില്ല, മഴക്കാരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി. മഴയില്ല എന്നല്ലേ? അങ്ങോട്ട് നോക്കൂ, എന്തെങ്കിലും കാണുന്നുണ്ടോ? നല്ല പേമാരി തന്നെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കി, എല്ലായിടത്തേക്കും മഴക്കാറ് തന്നെയാ. ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ആൾത്താമസമൊന്നുമില്ല, കാരണം ആ ഒരു ബിൽഡിങ് മാത്രമേ ആ ഒരു ഭാഗത്തുള്ളൂ. പിന്നെ ഇവിടെ ഇതാ ഒരു ഇലക്ട്രിക് പോസ്റ്റൊക്കെ, ഇതിപ്പോൾ ഒടിഞ്ഞ് വീഴുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? വെള്ളത്തിൽ തന്നെയാണ് അത്, ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ പുള്ളിക്കാരനല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഇപ്പോൾ കയറിൻ്റെ അതൊക്കെ കണ്ടുമല്ലോ. അതുപോലെ തന്നെ മത്സ്യബന്ധനം, ഈ മീൻ വളർത്തലും, അതുപോലെ തന്നെ മീൻ പിടിക്കുന്നതൊക്കെ തന്നെ ഈ അടുത്തുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതെ. ഇനിയിപ്പോൾ അടുത്തൊരു ട്രെയിൻ ഇതുവഴി കടന്നു പോകും, കന്യാകുമാരി KSR ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ്. അതിപ്പം ഈ ഒരു വഴി വരും. ഇനിയിപ്പോൾ ആ ഒരു ട്രെയിൻ കൂടെ നമുക്ക് കാണാം. കന്യാകുമാരി KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ ഐലൻഡ് എക്സ്പ്രസ് കടന്നു വരികയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, അവിടെ ചെറിയൊരു കയറ്റമുണ്ട്. ഐലൻഡും പോയി. മൺട്രോ തുരുത്തിൽ എങ്ങനെ എത്തിച്ചേരാം, അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങളും അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബസ് വഴി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും, ട്രെയിൻ വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ല, ഇവിടെ അധികം വണ്ടികൾക്കൊന്നും സ്റ്റോപ്പില്ല, 1-2 ഇങ്ങനെ പാസഞ്ചർ ട്രെയിനുകളില്ലേ. അപ്പം ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്
കോട്ടയം ഭാഗത്ത് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന കൊല്ലത്തേക്ക് പോകുന്ന ആ ഒരു മെമൂനാന്ന് അതുപോലുള്ള കുറച്ച് വണ്ടികൾ ഇവിടെ സ്റ്റോപ്പുള്ളൂ. അധികം വണ്ടികൾക്ക് സ്റ്റോപ്പില്ല. കൊല്ലത്തൊക്കെ അങ്ങനെ സമയം നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. കാരണം റെയിൽ വഴിയാണെങ്കിൽ പെട്ടെന്ന് എത്തും, അത്രമാത്രം കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നേരെ കുറച്ച് കായംകുളം ഭാഗത്താണ് അങ്ങനെ തന്നെയാണ്. പിന്നെ ബസ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കൊല്ലത്ത് നിന്ന് മൺട്രോത്തുരുത്തേക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇവിടത്തേക്ക് അങ്ങനെ കുറച്ച് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുണ്ടറ പോയിട്ട് ഇപ്പൊ നമ്മൾ വന്ന പോലെ അല്ലെങ്കിൽ ചുറ്റുമല പോയിട്ട് അങ്ങനെയൊക്കെ വരേണ്ടി വരും. ഏത് സ്ഥലമായാലും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ചിലപ്പോൾ അടുത്തടുത്ത് വന്നു. പക്ഷേ ഈ ഓരോ സ്ഥലങ്ങളിൽ എത്തുവാന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലത്തെ റെയിൽവേ സ്റ്റേഷൻ മുഴുവനായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് മംഗലാപുരത്ത് നിന്ന് ഈ പറഞ്ഞ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എല്ലാം കാണും. പക്ഷേ അത് ഓരോരോ സ്ഥലത്തെത്തുക വെച്ചാൽ ഭയങ്കര ഒരു ദിവസം ഒരു പകല് മുഴുവൻ വേണ്ടി വരും. അതെ. അപ്പം മൺട്രോത്തുരുത്തിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കാരണം ചുറ്റും തുരുത്തുകളാണ് ഈ ഒരു ഭാഗം. നല്ല അടിപൊളി കാഴ്ചയാണ്. അടുത്ത ദിവസത്തെ വീഡിയോ ഇവിടുന്ന് തന്നെ നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ, അതായത് അവിടെ എത്തുന്നതിന് മുന്നേ ഉള്ള മുഴുവൻ സ്റ്റേഷനുകളും കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. കാരണം ഈ ഭാഗത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ നാടിനെ ഈ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചില്ല, ആ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചില്ല. അപ്പോൾ അതൊക്കെ ഇന്ന് മാറ്റി എഴുതാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓരോ ഇങ്ങനെ കൊല്ലത്ത് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കടയ്ക്കാവൂർ ചിലപ്പോൾ വിട്ടുപോകും, ചിലപ്പോൾ ചെറുങ്കീഴ് എടുക്കും. അപ്പം എന്നാ പിന്നെ നമുക്കതൊന്ന് ഇന്ന് മാറ്റണമല്ലോ. തീർച്ചയായും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു മൺട്രോത്തുരുത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റി നടന്നിരിക്കും. ബൈ.